നോർമാലിറ്റി എന്ന് വെച്ചാൽ ബേസിക്കലി റിയാക്ടിവിറ്റി തന്നെയാണ്. നോർമാലിറ്റി കൗണ്ട്സ് ഹൗ മെനി റിയാക്റ്റീവ് യൂണിറ്റ്സ് ആർ അവൈലബിൾ. എത്ര റിയാക്റ്റീവ് യൂണിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മോർ യൂണിറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോർ കെമിക്കൽ റിയാക്ഷൻ നടക്കും. നോർമാലിറ്റി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മൊളാരിറ്റി കണ്ടുപിടിച്ച് എൻ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ എൻ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്, എത്ര അയോൺസ് ആണ് റിലീസ് ആവുന്നത്. അതായത് ഇപ്പോൾ എൻ ഫാക്ടർ ആസിഡിൻ്റെ ആണെങ്കിൽ നമ്പർ ഓഫ് H+ അയോൺസ് റിലീസ്ഡ്, ബേസിൻ്റെ ആണെങ്കിൽ നമ്പർ ഓഫ് OH- അയോൺസ് റിലീസ്ഡ്, റിഡോക്സ് റിയാക്ഷനിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിലീസ്ഡ്. എത്ര അയോൺസ് ആണ് റിലീസ്ഡ് ആയിരിക്കുന്നത് അതാണ് ഈ എൻ ഫാക്ടർ ബേസിക്കലി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മൊളാലിറ്റി ഈസ് സ്മോൾ m ആൻഡ് മൊളാരിറ്റി ഈസ് ബിഗ് M. ഓക്കെ, ഇനി മൊളാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ in 1 liter of in liters of solvent, വോളിയം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ നമ്മളിവിടെ 1 ലിറ്റർ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് മൊളാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ നമ്മൾ 1 ലിറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മോൾസ് ഓഫ് സോൾവെൻറ്റ് എന്ന് വെച്ചാൽ MIയിലെ മൊളാരിറ്റി ആയില്ലേ. ഇനി ഇതൊക്കെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഇത് നമുക്ക് മൊളാരിറ്റി ഗിവൺ ആയിരിക്കും. മൊളാരിറ്റി അപ്പോൾ എപ്പോഴും മോൾസ് ഓഫ് സൊല്യൂട്ടിനോട് ഈക്വൽ ആണ് വെൻ 1 ലിറ്റർ ഓഫ് വോളിയം 1 ലിറ്റർ ആണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ MS എന്ന് വെച്ചാൽ എന്താണ്, മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, ഇവിടെ ഒരു MS. ഓക്കെ, MS മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ്. മോളാർ മാസ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സോൾട്ടാണ് എടുക്കുന്നതെങ്കിൽ സോൾട്ടിൻ്റെ മോളാർ മാസ്, ഗിവൺ മാസ് അല്ല കേട്ടോ, മോളാർ മാസ്സാണ് നമ്മൾക്ക് തന്നേക്കുന്നത്. പിന്നെ തന്നേക്കുന്ന വേറെ എന്ന് വെച്ചാൽ ഡെൻസിറ്റിയാണ്. എന്തിൻ്റെ ഡെൻസിറ്റി, സൊല്യൂഷൻ്റെ ഡെൻസിറ്റി. ഇനി നമ്മൾ M കണ്ടുപിടിക്കാൻ പോവാണ്, സ്മോൾ m എന്ന് വെച്ചാൽ മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ ഈ സ്മോൾ എമ്മിനും ബിഗ് എമ്മിനും ഡിനോമിനേറ്റർ രണ്ടിനും മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. പക്ഷേ ഇതിന് വോളിയം ഓഫ് സൊല്യൂഷനാണ്. ഇതിനെന്താണ്, ഇതിന് മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. മാസ് ഓഫ് സോൾവെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ നാരങ്ങ വെള്ളത്തിലാണെങ്കിൽ വെള്ളമായിരിക്കും സോൾവെൻറ്റ്, മാസ് ഓഫ് സോൾവെൻറ്റ്. ഇനി മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് മൊളാരിറ്റിനോട് ഈക്വൽ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി ഇല്ല. ഇപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ M കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. നാരങ്ങ വെള്ളത്തിൽ വെള്ളം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് വെള്ളം എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് സൊല്യൂഷൻ്റെ മാസ് കണ്ടുപിടിക്കണം. മാസ് ഓഫ് സൊല്യൂഷൻ, അതിൻ്റെ അകത്തുനിന്ന് എന്ത് മൈനസ് ചെയ്യണം, മാസ് ഓഫ് സോൾവെൻറ്റ്. നമ്മൾ എത്ര ഉപ്പിട്ടു, അത് നമ്മൾ കണ്ടുപിടിക്കണം. മാസ് ഓഫ് സോൾവെൻറ്റ് എന്താണിത്, മാസ് ഓഫ് സോൾവെൻറ്റ്. മാസ് ഓഫ് സോൾവെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഗിവൺ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര മാസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ എന്തൊക്കെയുണ്ട്, നമുക്കടുത്ത് മൊളാരിറ്റി അല്ല, മോൾസ് ഓഫ് സൊല്യൂട്ട് ഓൾറെഡി ഉണ്ട്, മോളർ മാസ് ഓഫ് സൊല്യൂട്ടും ഉണ്ട്. അപ്പോൾ പിന്നെ മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽസ് ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. കിട്ടിയില്ലേ, M നമ്മുടെ അടുത്തുണ്ട്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. പിന്നെ മോൾസ് ഓഫ് സൊല്യൂട്ട് മോളാർ മാസും ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ ഗിവൺ മാസിന് എന്താണ്, M ഇൻറ്റു മോളാർ മാസ് കിട്ടിയിട്ടുണ്ട്. ഇനി മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഡെൻസിറ്റി ഗിവൺ ആണ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മാസ് ബൈ വോളിയം ആണ്. വോളിയം നമ്മൾ 1 ലിറ്റർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഫൈനൽ ഇക്വേഷൻ ഇതൊക്കെ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ബേസിക്കലി നമുക്ക് ഈ കിട്ടിയേക്കുന്ന സാധനം എന്താണ്, ഇതാണ് മാസ് ഓഫ് സോൾവെൻറ്റ്. മാസ് ഓഫ് സോൾവെൻ്റ് ആണിത്. മാസ് ഓഫ് സോൾവെൻറ്റ് നമുക്ക് kgയിലാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ kgയിലല്ല, നമുക്ക് ഗ്രാമിലാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ kg. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ kg നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഗ്രാംസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ 1000 ചെയ്യും.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? m/1000, എം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എം ആട്ടോ, ക്യാപിറ്റൽ m/1000 ഇൻറ്റു കിട്ടിയ സാധനം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് വെച്ചാൽ K/B എന്നാണ് അർത്ഥം. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആൻഡ് എന്താണ് മൊളാലിറ്റി. മൊളാലിറ്റി എന്താണ്? സ്മോൾ എം ആണ്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. K/B, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി നമ്പർ ഓഫ് മോൾ പ്ലസ് ബൈ നമ്പർ ഓഫ് മോൾ പ്ലസ് ബി പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്ന് വെച്ചാൽ എന്താണ്? മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. സ്മോൾ എം എന്ന് വെച്ചാൽ എന്താണ്? മോൾസ് ഓഫ് സൊല്യൂട്ട് മാസ് ഓഫ് സോൾവെൻറ്റ്. മാസ് ഓഫ് സോൾവെൻറ്റിന് നമ്മൾ എന്താക്കി എടുക്കുന്നു? മാസ് ഓഫ് സോൾവെൻറ്റിനെ എന്താക്കി എടുക്കുന്നു? 1 kg ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എം എന്ന് വെച്ചാൽ എന്താണ്? എം എന്ന് വെച്ചാൽ മൊളാലിറ്റി. മൊളാലിറ്റി ഈസ് ഈക്വൽസ് ടു മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ എം ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സ്മോൾ എം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതും സ്മോൾ എം ആണല്ലോ. ഇനി NA എന്ന് വെച്ചാൽ എന്താണ്? മോൾസ് ഓഫ് സൊല്യൂഷൻ, മോൾസ് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ NA എന്ന് വെച്ചാൽ എന്താണ്? മോൾസ് ഓഫ് സോൾവെൻറ്റ്. മോൾസ് ഓഫ് സോൾവെൻറ്റ് എന്ന് വെച്ചാൽ മോൾ എന്ന് വെച്ചാൽ എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്യുലർ മാസ്. മോളിക്യുലർ മാസ് ഓഫ് എ ഈസ് ഓൾറെഡി ഗിവൺ. ഇറ്റ് വുഡ് ബി ഗിവൺ. ഓക്കെ, മോളിക്യുലർ മാസിന് നമ്മൾ MA എന്നാണ് എഴുതുന്നത്. മറ്റേടത്ത് MB MS എന്ന് എഴുതിയില്ലേ, അതുപോലെ തന്നെ MA എന്ന് എഴുതണം. ഓക്കെ, ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് നമുക്ക് 1 kg ആയിട്ട് അങ്ങ് എടുക്കാം. നമ്മൾ ഇവിടെ 1 kg ആണല്ലോ എടുത്തത്, അപ്പോൾ ഇവിടെ 1 kg ആയിട്ട് എടുക്കാം. അപ്പോൾ NA എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്? 1000/MA. അപ്പോൾ നമ്മൾ ഇതിൽ സിംപ്ലി അതിലേക്ക് നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. K/B ഈസ് ഈക്വൽസ് ടു m/m പ്ലസ് 1000/MA. MAനെ റീഅറേഞ്ച് ചെയ്യാൻ അറിയാമല്ലോ, MAനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ ആ ഇക്വേഷനും അങ്ങനെ ഫോമായി.